നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, കല്യാണപത്മാവിൻ്റെ സാരാവലിയിലെ 17-ാം അധ്യായത്തിലെ ചതുർഗ്രഹ യോഗ വിഷയം നാം ചർച്ച ചെയ്യുന്നു. ഇവിടെ ചതുർഗ്രഹ യോഗത്തിൽ വരുന്ന ഗ്രഹങ്ങൾ 3 ശുഭഗ്രഹങ്ങളും ഒരു പാപഗ്രഹവുമാണ്. ചന്ദ്രനും ബുധനും ശുക്രനും. പാപഗ്രഹമായി വരുന്നത് ശനിയും. ആദ്യമായി ശ്ലോകം ശ്രദ്ധിക്കുക. പരതാരഗമനശീലോ വിശീലഭാര്യോ വിപന്നബന്ധുശ്ച പ്രാജ്ഞോ ലോകദ്യുഷ്ടഃ സ്യാദിന്ദുബുധാർക്കി ഭൃഗുപുത്രൈഹി. ഇന്ദു എന്നാൽ ചന്ദ്രൻ, ബുധൻ ബുധൻ തന്നെ, അർക്കിഹി അർക്കസ്യ പുത്രഃ ശനി, ഭൃഗുപുത്രൈഹി ഭൃഗുപുത്രഃ ശുക്രഃ. ഈ 4 ഗ്രഹങ്ങൾ തമ്മിലുള്ള സംയോഗം മൂലം ഉണ്ടാകുന്ന വ്യക്തിയുടെ സ്വഭാവ വിശേഷങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നു. ഒരു സുയോഗമായി ഈ യോഗത്തെ ഇവിടെ കാണുന്നില്ല. ആദ്യമായി ഈ യോഗത്തിൽ ജനിച്ച വ്യക്തിയുടെ സ്വഭാവം ഇപ്രകാരമാണ്. പരതാരഗമനശീല, അദ്ദേഹം അന്യൻ്റെ ഭാര്യയെ ഗമിക്കുന്നതിൽ താല്പര്യമുള്ള ആളാണ്. സ്വന്തം ഭാര്യയുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ആസക്തി, രതി അന്യപുരുഷൻ്റെ കളത്രത്തോടാണ്, ഭാര്യയോടാണ് എന്ന് സാരം. വിശീല ഭാര്യ, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാകട്ടെ സുശീലയല്ല. വിഗതാശീല ഭാര്യ യസ്യ സഹ, ശീലം കൈവിട്ട, സൗശീല്യം കൈവിട്ട ഭാര്യയോട് കൂടിയ ആളാണ്. ഇദ്ദേഹം അന്യസ്ത്രീകളിൽ രതിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണെങ്കിലോ അത്ര ചാരിത്ര്യ സമ്പന്നയല്ല എന്നർത്ഥം. പിന്നീട് വിപന്ന ബന്ധുഹുച്ച, ബന്ധുക്കളൊക്കെ തന്നെ കൈവിടുക, ബാന്ധവന്മാരില്ലാത്ത വ്യക്തിയായിരിക്കും ഇദ്ദേഹം എന്നർത്ഥം. പ്രാജ്ഞ, ഇയാൾ നല്ല പണ്ഡിതനാണ്, അറിവുള്ള ആളാണ്. അതിനെക്കൊണ്ടൊന്നും മേൽപ്പറഞ്ഞ ദുശീലങ്ങളും ദുഃഖകാരണങ്ങളായ അനുഭവങ്ങളുള്ള വ്യക്തിക്ക് പണ്ഡിതനായിട്ട് കാര്യമില്ല. കാളിദാസൻ മഹാകവിയാണ്, മഹാപണ്ഡിതനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അന്ത്യവും സുഖകരമായിരുന്നില്ല. ഇവിടെ അറിവല്ല നിദാനം. ഇദ്ദേഹവുമായി ബന്ധപ്പെടുന്ന മറ്റ് വിഷയങ്ങളിലുള്ള ക്ലേശങ്ങളാണ് ഈ യോഗത്തിൻ്റെ ദോഷം, അസമീചീനത്വമെന്ന് നാം പറയുന്നത്. പിന്നീട് സഹ ലോകദ്യുഷ്ടഃ ഭവതി, ജനങ്ങളാൽ വെറുക്കപ്പെട്ടവനുമാകുന്നു. ഒരു സത്ഫലമല്ല, അഫലങ്ങളാണ്, ഗുണം കുറവാകുന്നു ഈ യോഗത്തിൽ എന്നെ പ്രിയമുള്ള പ്രേക്ഷകർ മനസ്സിലാക്കുക. നമസ്തേ.